അപ്പോൾ അതുവരെ വെറുപ്പ് മാത്രം ജനിപ്പിച്ച ആ മനുഷ്യന് വേണ്ടി എൻ്റെ മനസ്സ് ഒരിറ്റ് കണ്ണീർ വാർത്തു. ചെറുകഥയിൽ CV ശ്രീരാമൻ കനമുള്ള വാചകം എഴുതി ചുരുക്കി. അത് സിനിമയിലേക്ക് എത്തിയപ്പോൾ ഒരു ഗ്രാമനാട്ടുവഴിയിലെ സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സും അതിൽ നിന്ന് ഇറങ്ങി എതിർദിശയിലേക്ക് ഓടുന്ന മമ്മൂട്ടി കഥാപാത്രവുമാണുള്ളത്. അത്രയും നേരം അരസികനായി മാത്രം പെരുമാറിയ അയാൾ ബസ്സിൽ നിറച്ച മടുപ്പാകെ ഉള്ളൊലയ്ക്കുന്ന നൊമ്പരമായി ആ നിമിഷം പരിവർത്തനം ചെയ്യപ്പെട്ടു. പൊതുയിടങ്ങളിൽ പാട്ട് പാടുന്നവർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലെ നിലവിലെ ചർച്ചാ വിഷയമാണ്. റോഡിലോ മെട്രോയിലോ ബസ് സ്റ്റോപ്പിലോ ഒക്കെയുള്ള കലാപ്രകടനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. പൊതുയിടങ്ങളിൽ പലതരം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടുന്നവരുണ്ടാവാം. അവർക്ക് ഈ ആഘോഷങ്ങൾ ഉൾക്കൊള്ളാനാകില്ല എന്നതാണ് എതിർക്കുന്നവരുടെ വാദം. പാട്ടല്ലേ, അവർ പാടിക്കോട്ടെ എന്ന് പറയുന്നവർ മറുവശത്തുണ്ട്. ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ. 2009 വിവിധ ചെറുചിത്രങ്ങൾ ചേർത്ത് വെച്ച് കേരള കഫേ എന്ന പേരിൽ പുറത്തിറക്കിയ ആന്തോളജിയിലെ മിക്കവയും ശ്രദ്ധ നേടിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മമ്മൂട്ടിയും ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത പുറം കാഴ്ചകൾ. ആരുടെയോ കാലിൽ ചവിട്ടി ഞെരിച്ചാണ് അയാൾ ബസ്സിൽ നിന്നും ചാടി ഇറങ്ങിയത്. അയാളെ എതിരേറ്റത് ഒരു കൂട്ട നിലവിളിയായിരുന്നു. ആ മനുഷ്യനിറങ്ങി വീട്ടിലേക്ക് ഓടി. ബസ്സിലെ യാത്രക്കാർ ആരും ഒന്നും ശബ്ദിക്കാതെ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചിരുന്നു. ഈ വരികൾക്ക് ശേഷം ഒരു കാഴ്ചയുണ്ട്. അതാണ് ഈ ചിത്രത്തിന്റെ കാമ്പ്. അപ്പോൾ അതുവരെ വെറുപ്പ് മാത്രം ജനിപ്പിച്ച മനുഷ്യന് വേണ്ടി എൻ്റെ മനസ്സ് ഒരിറ്റ് കണ്ണീർ വാർത്തു എന്ന് ചെറുകഥ ചുരുക്കുന്നിടത്ത് സിനിമയും അവസാനിക്കുന്നു. അയാളുടെ വേദന അറിയിക്കാൻ ഓടിയെത്തുന്ന സ്ഥലത്തെ മനസ്സിലാക്കാൻ കഥാപാത്രത്തെ ഫോളോ ചെയ്യുന്ന രീതി ഇവിടെ ഉപയോഗിച്ചില്ല. പകരം ക്യാമറ കണ്ണ് ബസ്സിന് പുറത്ത് ഓരം ചേർന്ന് നിന്നു. അതുവരെ അയാളെ വെറുത്ത ബസ്സിലെ യാത്രക്കാരെല്ലാം ബസ്സിന്റെ ഒരു വശത്തേക്ക് മാറി അയാളുടെ പരക്കും പാച്ചിലിനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അവരുടെ കണ്ണിലെ ദൈന്യതയിൽ നമ്മൾ അയാളെ കണ്ടു. ഇതിനെല്ലാം മുൻപ് അയാൾ കൂട്ടത്തിൽ ഒത്തുപോകാത്തവനോ സഹാനുഭൂതി ഇല്ലാത്തവനോ ഒക്കെ ആയി മാറുന്നത് പല വിധത്തിലാണ്. ഈ സ്ഥലം സീ ലെവലിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് സഹയാത്രികനായ ശ്രീനിവാസന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടെങ്കിലും മറുപടിയില്ല. ചോദ്യം തുടർന്നു. ഈ വർഷം സംഭരണിയിൽ വെള്ളമുണ്ടോ എന്ന അടുത്ത ചോദ്യം. ഇറങ്ങി നോക്കിയിട്ട് വന്നാൽ പോരായിരുന്നോ എന്ന് അമർഷത്തോടെ അയാൾ മറുചോദ്യം ഉന്നയിക്കുന്നു. ചായ കുടിക്കാൻ ബസ് നിർത്തിയോടെ അയാൾ കണ്ടക്ടറോടും ഡ്രൈവറോടും ചൂടായി. യാത്രക്കാർക്ക് വേണ്ടി വെള്ളച്ചാട്ടം കാണാൻ ബസ് നിർത്തിയതോടെ അയാൾ വീണ്ടും ദേഷ്യപ്പെടുന്നു. ഒപ്പം യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാർ പാട്ട് പാടുമ്പോൾ അയാൾക്ക് അലോസരമാണ്. അയാളുടെ ദേഹത്ത് അറിയാതെ വന്ന് തട്ടുന്ന ഒരാളെ അയാൾ ഉന്തി മാറ്റുന്നു. ഒടുവിൽ വീടിന് മുന്നിലെ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ അയാൾ എണീക്കുമ്പോൾ ഇവിടെ സ്റ്റോപ്പില്ലെന്നും ഇത്രയും നിയമം പറഞ്ഞാൽ ഇറങ്ങേണ്ടെന്നും കണ്ടക്ടർ പറയുന്നു. അതിനൊപ്പമാണ് നമ്മളും ബസ്സിലുള്ളവരും. അയാൾക്കത് വേണമെന്ന മട്ടിൽ ഇരിക്കുമ്പോഴാണ് നിർത്തടോ എന്ന് ഇടറിയ സ്വരത്തിൽ അലറി അയാൾ വണ്ടി നിർത്തിക്കുന്നത്. ശേഷം സ്ക്രീനിൽ കാണുന്നതൊക്കെയും പെരുമാറ്റത്തിന്റെ പുറത്ത് മാത്രം ഒരാളെയോ അയാളുടെ ജീവിതത്തെയോ ജഡ്ജ് ചെയ്യരുന്ന പാഠമാണ്. കേരള കഫേ ഒരുപക്ഷെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ആന്തോളജിയാണ്. പുറം കാഴ്ചകൾ എന്നത് കാലങ്ങളെ അതിജീവിക്കുന്ന ചിത്രവും.